എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബർത്ത്ഡേ കേക്കുമായിട്ടാണ്. ഈ കഴിഞ്ഞ ഞായറാഴ്ച മുത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു മെർമെയ്ഡ് തീമിലുള്ളൊരു കേക്കാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ഈ കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഇതിൽ മെർമെയ്ഡ് ഫിൻസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കടലിൽ കാണുന്ന കുറച്ച് മുത്തും ചിപ്പിയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു തീമിലുള്ളൊരു കേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കേക്കിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കക്ക, മുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്നവർ അങ്ങനെ മേടിക്കുക. അപ്പോൾ നമ്മളിന്ന് കുറച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് റോയൽ ഐസിങ് ആണ്. റോയൽ ഐസിങ് എന്ന് പറയുന്നത് മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാരയും കൂടിയിട്ട് ഉള്ളൊരു പൊടി വെച്ചിട്ട് ചെയ്യുന്ന ഐസിങ് ആണ്. അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും, മുട്ടയുടെ വെള്ളയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട്. പക്ഷേ നമ്മളിവിടെ റെഡിമെയ്ഡായിട്ടുള്ള റോയൽ ഐസിങ്ങിൻ്റെ പൊടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് 450 ഗ്രാമിൻ്റെ ഒരു പാക്കാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ റോയൽ ഐസിങ് പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. കട്ടിയുള്ള ഐസിങ് ആയിട്ട് ഇതുപോലെ ഓരോ ഷേപ്സ് ഉണ്ടാക്കാനായിട്ട് എടുക്കാം. അതുപോലെ തന്നെ കേക്ക് കവർ ചെയ്യാനും എടുക്കാം. അപ്പോൾ നമ്മളിന്ന് കട്ടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 450 ഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ 55 മില്ലി വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ കവറിൽ എഴുതിയിട്ടുണ്ടാവും എത്ര വെള്ളം വെച്ചിട്ട് ഇത് മിക്സ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ മൊത്തത്തിൽ 60 മില്ലി എടുത്തിട്ട് അതിൽ നിന്നും 5 മില്ലി മാറ്റിയിട്ടാണ് മൊത്തം 55 മില്ലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലൊരു സ്റ്റാൻഡ് മിക്സറിലാണ് ചെയ്യുന്നത്. ഇനി ഹാൻഡ് ബീറ്റർ ആണെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും ഇത് മിക്സ് ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ആദ്യം ചെറിയ സ്പീഡിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സ്പീഡ് കൂട്ടിയിട്ട് ഒരു 10 മിനിറ്റാണ് ഇത് മൊത്തത്തിൽ ബീറ്റ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് ബീറ്റാക്കി എടുക്കുക. ഇത് ബീറ്റാക്കും തോറും നല്ല ഫ്ലഫി ആയിട്ടും നല്ല ക്രീമി ആയിട്ട് ഇത് വരും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വേണ്ടിയിട്ടുള്ള തിക്നെസ്സിൽ ഇതിപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. പക്ഷേ നമ്മൾ ഇത് കേക്ക് കവർ ചെയ്യാനേക്കാട്ടിലും കൂടുതൽ നല്ലത് ഓരോ ഷേപ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ്. അതുപോലെ പൂക്കളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ നല്ലൊരു ഐസിങ്ങാണ് റോയൽ ഐസിങ്. അപ്പോൾ നമ്മുടെ ഐസിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റാണ് നമ്മളിത് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നനഞ്ഞൊരു ടവൽ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകുന്നൊരു ഐസിങ് ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിലേക്ക് കളറൊക്കെ മിക്സാക്കി എടുക്കാം. നമ്മളൊരു 4 പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ ഐസിങ് വെച്ചിട്ട് നമുക്ക് ഓരോ കളർ ഇതിൽ ചേർക്കാം. ഇപ്പോൾ ഏത് കേക്കാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ റോയൽ ഐസിങ് ഉണ്ടാക്കിയതിന് ശേഷം കളർ മിക്സ് ചെയ്തിട്ട് പല പല ഷേപ്സ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇത് ബാക്കി വരുന്നത് കൊണ്ട് നമുക്ക് സ്പ്രിങ്കിൾസും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഇഷ്ടമുള്ള അത്രയും കളേഴ്സൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു 5 കളറാണ് മൊത്തത്തിലെടുക്കുന്നത്. അപ്പോൾ ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ഗ്രീൻ കളറാണ്. ഈ കളർ വന്നിട്ടുള്ളത് ഒരു ലീഫ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. നല്ലൊരു ഗ്രീൻ കളറാണിത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം നനഞ്ഞ ടവലിന് താഴെ വെച്ച് കൊടുക്കുക. അല്ലാതെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. കളറ് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ്. നമ്മളിപ്പം മെർമെയ്ഡ് തീമിലാണ് കേക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബ്ലൂ, ഗ്രീൻ, യെല്ലോ അങ്ങനെയുള്ള ലൈറ്റായിട്ടുള്ള ഷെയ്ഡ്സാണ്. അപ്പോൾ നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ തീം അനുസരിച്ചിട്ട് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ കൊടുക്കാനായിട്ട് ജെൽ ഫുഡ് കളറാണ് ഏറ്റവും നല്ലത്. ലിക്വിഡ് ഫുഡ് കളർ നമ്മളിതിലേക്ക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസിങ് ഒന്നുകൂടെ ലൂസായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജെൽ ഫുഡ് കളർ മാത്രം എടുക്കുക. അപ്പോൾ നമ്മളെല്ലാ കളറും ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആയി പോകുന്നതിന് മുൻപായിട്ട് തന്നെ പൈപ്പിംഗ് ബാഗുകളിലേക്ക് മാറ്റാം. അപ്പോൾ ഓരോ പൈപ്പിംഗ് ബാഗിലേക്കായിട്ട് നമുക്ക് ഈ കളർ ചെയ്ത് വെച്ചിരിക്കുന്ന ഐസിങ് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഒരു നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. എയർ ഒട്ടും കയറാത്ത രീതിയിൽ ഈ പൈപ്പിംഗ് ബാഗ് നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിങ് നമുക്ക് പൈപ്പ് ചെയ്തെടുക്കാം. നമ്മളിവിടെ 8B ഒരു നോസിലാണ് എടുത്തിരിക്കുന്നത്. വിൽട്ടൻ്റെ 8B ആണത്. അപ്പോൾ ഇത് വെച്ചിട്ട് 2 ടൈപ്പിൽ നമുക്ക് പൈപ്പ് ചെയ്യാം. അപ്പം ആദ്യം ചെയ്യുന്നത് ഇതുപോലെയാണ്. നേരെ പിടിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കടലിലെ കക്ക പോലത്തെ ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ എല്ലാ കളർ വെച്ചിട്ടും ഇതേ രീതിയിൽ 2 ഷേപ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മെയിനായിട്ട് കടലിൽ കാണുന്ന ഒരു ഷേപ്പിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പല ഷേപ്പിലും സൈസിലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കളർ ചേർക്കാത്തത് വൈറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞ് സ്റ്റാറും അതുപോലെ തന്നെ ഷെല്ലും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വന്നതുകൊണ്ട് ഞാൻ കുറച്ച് സ്റ്റാർ പോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഫ്ലവർ ചെയ്ത് നോക്കി, എനിക്കത്ര പെർഫെക്റ്റായിട്ട് വന്നില്ല. ഫ്ലവർ ഒന്നുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നന്നായിട്ട് കിട്ടുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പം നമ്മൾ ഇത് ഒരു 10-15 മിനിറ്റ് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് നമ്മളിപ്പം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 7 ഇഞ്ചിൻ്റെ വാനില കേക്കാണ്. അപ്പോൾ വാനില കേക്കിൻ്റെ റെസിപ്പി നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. വിപ്ഡ് ക്രീം
500 മില്ലി ആണ് നമ്മൾ ഈ കേക്ക് ലെയർ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അത് ലെയർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. ഇനി നമ്മൾ ഈ കേക്ക് കവർ ചെയ്യാൻ പോകുന്നത് ബട്ടർ ക്രീം വെച്ചിട്ടാണ്. വിപ്പിംഗ് ക്രീമിനെക്കാട്ടിലും ഒന്നുകൂടെ പെർഫെക്ഷൻ കിട്ടുന്നത് ബട്ടർ ക്രീമിലാണ്. അപ്പോൾ നല്ല ക്രീമൊക്കെ കിട്ടുന്നവർ വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ വിപ്പിംഗ് ക്രീം അത്ര പെർഫെക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1/2 കിലോ ഉപ്പില്ലാത്ത സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ്. ഫ്രിഡ്ജിൽ നിന്നും തലേദിവസം തന്നെ നമ്മളെടുത്ത് നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാൻഡ് മിക്സർ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് മിക്സർ വെച്ചിട്ടും ചെയ്തെടുക്കാമെന്നാണ്. കൂടുതൽ സമയം എടുക്കും. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്യുമ്പോൾ സ്റ്റാൻഡ് മിക്സറാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ബട്ടർ നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കണം. ഹൈ സ്പീഡിൽ തന്നെ നല്ല മഞ്ഞ കളറിലുള്ള ബട്ടർ ലൈറ്റ് യെല്ലോ ആകുന്നവരെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്കിതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ 2 കപ്പ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് 1.5 കപ്പോളം പഞ്ചസാര നമുക്കിതിലേക്ക് ചേർക്കാം. പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. പഞ്ചസാര ചേർക്കുമ്പോൾ നന്നായിട്ട് അരിച്ച് തന്നെ ചേർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കട്ടകൾ കെട്ടിയിട്ട് അവിടെ ആയിട്ട് കിടക്കും. പഞ്ചസാര എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടെ ബീറ്റ് ചെയ്യാം. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അടപ്പുണ്ടെങ്കിൽ അടപ്പ് വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ആദ്യം ചെറിയ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം നല്ല സ്പീഡിൽ നന്നായിട്ട് തന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ബീറ്റാക്കി എടുക്കാം. ആദ്യം ചെറിയ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല സ്പീഡിൽ നല്ല ഫ്ലഫി ആവുന്നവരെ നമ്മൾ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം അടിയിലൊക്കെ ബീറ്റ് ആകാതെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ബീറ്റ് ചെയ്യാം. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ സമയം എടുത്തിട്ട് വേണം അത് ബീറ്റാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ ക്രീമിൻ്റെ ഫ്രോസ്റ്റിംഗ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഒന്നിൽ നമ്മൾ ഗ്രീൻ കളറും ഒന്നിൽ ബ്ലൂ കളറുമാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പുറത്ത് കോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും എടുത്തിരിക്കുന്നത് ലീഫ് ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ്. കളറ് നിങ്ങൾ നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനുള്ള കളറ് വരുന്നവരെ കുറേശ്ശെ കളറ് ചേർത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. ആദ്യമേ ഒത്തിരി കളർ ഇട്ട് കൊടുത്താൽ ഒരുപാട് ഡാർക്കായി പോകും. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യുന്നത് ഒരു ബ്ലൂ കളറാണ്. ഡാർക്ക് ബ്ലൂ അല്ല, നമ്മുടെ സീ ബ്ലൂ പോലത്തെ ഒരു കളറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ബ്ലൂവും ആ ഗ്രീനും കൂടെ വരുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ 2 കളറിൽ ക്രീമാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പാടില്ല. നമ്മൾ നോർമലായിട്ട് വിപ്പിംഗ് ക്രീമൊക്കെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും. അതുപോലെ ഇത് ഒരിക്കലും വെക്കരുത്. കാരണം ഇത് ബട്ടറാണ്. ഫ്രിഡ്ജിൽ വെച്ചാൽ ഹാർഡായി പോവും. നമുക്കിത് ഒട്ടും തന്നെ ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് എത്ര നേരം വേണമെങ്കിലും പുറത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ലാത്ത ഐസിങ്ങാണ്. അപ്പോൾ നമ്മൾ 2 ഐസിങ്ങും പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കേക്കിൻ്റെ സൈഡിലായിട്ടും മുകളിലായിട്ടും ഒക്കെ ഒന്ന് ഫ്രോസ്റ്റ് ചെയ്ത് എടുക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഏറ്റവും താഴെ ബ്ലൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 ലെയർ നമ്മൾ ബ്ലൂ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഗ്രീൻ കൊടുക്കുന്നത്. നമ്മൾ ഈ കേക്കിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 6 തിന്നായിട്ടുള്ള ലെയേഴ്സ് വെച്ചിട്ടുള്ള അത്രയും ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 7 ഇഞ്ചിൻ്റെ കേക്കാണ്. അപ്പോൾ നമ്മൾ പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബ്ലൂവും ഗ്രീനും. ഇനി ഒരു ചെറിയൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഫിനിഷിങ് കിട്ടുന്ന ഒരു ഐസിങ്ങാണ് ബട്ടർ ക്രീം. നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിത് ലെവൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ 2 കളർ മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രീൻ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം ബ്ലൂ. അപ്പോൾ നമ്മൾ മുകളിൽ 2 കളറും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ കേക്ക് വെക്കുമ്പം ആദ്യം തന്നെ കേക്കിൻ്റെ ബോർഡിലേക്ക് വെച്ചിട്ട് വേണം ഐസിങ് ചെയ്യാനായിട്ട്. ഞാൻ ആദ്യം കേക്ക് ബോർഡ് വെക്കാൻ മറന്നുപോയി. പിന്നെ ഇത് എടുത്തിട്ട് കേക്ക് ബോർഡിൽ വെച്ചു. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ആദ്യം തന്നെ കേക്ക് ബോർഡ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഐസിങ് ഒക്കെ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഈ കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ ഇതുപോലെ മെർമെയ്ഡ് ഫിൻസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിമെയ്ഡായിട്ട് നമ്മൾ ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെ കുറച്ച് ഇതുപോലെയുള്ള മുത്തുകളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഗോൾഡൻ കളറും അതുപോലെ തന്നെ ചെറിയ സിൽവർ കളർ മുത്തുകളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിക്കാം. അപ്പോൾ ഇതിനി ഒരു നിങ്ങളുടെ ഒരു ലോജിക്ക് പോലെ ഇഷ്ടമുള്ള രീതിയിൽ പല സൈഡിലായിട്ടൊക്കെ വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത്.
അപ്പോൾ ഈ മെർമെയ്ഡ് ഫിൻസിൻ്റെ കൂടെ തന്നെ നമ്മളുണ്ടാക്കിയ മുത്തും ചിപ്പിയും കക്കയും അതൊക്കെ അവിടെ ഇവിടെയായിട്ട് ഓരോരോ കളർ കോമ്പിനേഷനിൽ വെച്ച് കൊടുക്കുക. ഇനി ഇങ്ങനെ നിങ്ങൾക്ക് മെർമെയ്ഡ് ഫിൻസ് മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചെറിയ ഡോളൊക്കെ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം കേക്കിൻ്റെ താഴെയും മുകളിലായിട്ട് നല്ല 2 ലെയറായിട്ട് ബ്ലൂവും ഗ്രീനും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീയുടെ ഒരു എഫക്റ്റ് കൊടുക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. നമ്മൾ 2 മെർമെയ്ഡ് ഫിൻസ് മുകളിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിന് മുകളിലായിട്ട് ഗോൾഡൻ ബീഡ്സും അതുപോലെ തന്നെ സിൽവർ ബീഡ്സും ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഫൈനൽ ഫിനിഷിൽ കേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് നമുക്കിനി തലേദിവസമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കേക്ക് കവറിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അതുപോലെ തന്നെ കട്ട് ചെയ്യുന്നതിനൊരു 1-2 മണിക്കൂർ മുൻപായിട്ട് തന്നെ ഇത് എടുത്ത് പുറത്ത് വെക്കുക. അപ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിലുള്ള ബട്ടറൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അകത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള വാനില സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ നമ്മൾ മെർമെയ്ഡ് തീമിലുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മുത്തിൻ്റെ ബർത്ത്ഡേക്ക് മുത്തിൻ്റെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയൊരു കേക്കാണ്. കൊച്ചുകുട്ടികളാകുമ്പോൾ അവർക്ക് ഒരുപാട് കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ഇഷ്ടമുണ്ടാകും. മെർമെയ്ഡ്സ്, യൂണിക്കോൺ അങ്ങനെയുള്ളത്, എൽസ ഒക്കെ. അപ്പോൾ എൻ്റെ പൊന്നിൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് എൽസയാണ്. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ഇനി അടുത്ത മാസം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എൽസ തീമിലുള്ള കേക്കും ഉണ്ടാക്കാം. അപ്പോൾ ഇതായിരുന്നു ഫൈനലായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചപ്പോഴുള്ള കേക്ക്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ കപ്പ് കേക്ക്സും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കപ്പ് കേക്കിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ബർത്ത്ഡേ വ്ളോഗ് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. ബർത്ത്ഡേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ളൊരു കംപ്ലീറ്റ് വ്ളോഗാണ് നമ്മൾ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ബർത്ത്ഡേ ഒക്കെ നന്നായിട്ട് പോയി. ബർത്ത്ഡേ വ്ളോഗ് നമ്മൾ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്, രാവിലെ മുതലുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അതുപോലെ ഈ കേക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മെർമെയ്ഡ് തീമിലുള്ള കേക്ക് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഒരുപാട് പെർഫെക്റ്റ് ഒന്നും അല്ല, എങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ നമ്മൾ ഇന്നലെ ബേസിക് കുക്കിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. നമ്മൾ ഇന്നലെ ഇട്ട റെസിപ്പി എന്ന് പറയുന്നത് ചായയാണ്. ചായക്ക് എന്ത് റെസിപ്പി നിങ്ങൾ ചോദിക്കായിരിക്കും, പക്ഷേ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ കണ്ടു നോക്കുക. അതുപോലെ തന്നെ പുതിയ ബേസിക് കുക്കിംഗ് സീരീസ് റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്